നെക്സ്റ്റ് പാർട്ട് ബിയിലേക്ക് പോവാണ്. പാർട്ട് ബിയിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ദ അൺസർട്ടനിറ്റി ഇൻ എ പൊസിഷൻ ഓഫ് എൻ ഇലക്ട്രോൺ ഇഫ് ദ അൺസർട്ടനിറ്റി വെലോസിറ്റി ഈസ് 4.3 ഇൻറ്റു 10⁻². ഇതിന് മുകളിലായിരിക്കും. ഓക്കെ, 10⁻² ആണ് കേട്ടോ. 10⁻² എന്ന് പറയാറില്ല നമ്മൾ. 10⁻². 10⁻² മീറ്റർ പെർ സെക്കൻഡ്. ആൻഡ് എച്ചിൻ്റെ വാല്യൂ ഓൾറെഡി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. 6.625 ഇൻറ്റു 10⁻⁻34 ആണ്. റൈസ്റ്റ് മുകളിലാണ്. ഓക്കെ, അതുപോലെ തന്നെ മാസ് ഓഫ് ദ ഇലക്ട്രോൺ തന്നിട്ടുണ്ട്. 9.1 ഇൻറ്റു 10⁻⁻31. 9.1 ഇൻറ്റു 10⁻⁻31. ഇത് മുകളിലാണ് വരുന്നത് കേട്ടോ, 10⁻⁻31. അപ്പോൾ അക്കോർഡിംഗ് ടു ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത് വെച്ചാൽ, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമിൻ ദ പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ഓഫ് എ മൂവിങ് പാർട്ടിക്കിൾസ് സൈമിൾട്ടേനിയസ്ലി. അതായത് നമുക്കറിയാം ഈ പാർട്ടിക്കിൾസിന് എന്തുണ്ട്, ഒരു മൊമെൻറ്റം നൽകാൻ കഴിയുന്നുണ്ട് അല്ലേ. നമുക്കറിയാം ഒരു പാർട്ടിക്കിളിനെ കൊടുത്തിട്ട് ഒരു പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്ത് വരികയാണ്. ഇതിങ്ങനെ വന്നിട്ട് വേറൊരു സ്റ്റേഷനറി ആയിട്ടുള്ള ഒരു കോട്ടിനെ ഇതൊരു കോട്ടിയാന്ന് കരുതാം. ഇതൊരു കോട്ടിയാന്ന് നോക്കാം. ഓക്കെ, ഈ സ്റ്റേഷനറിയിൽ നിൽക്കുന്ന ഒരു കോട്ടിയിൽ പോയി ഇടിക്കുമ്പോൾ സമയത്ത് എന്ത് ചെയ്യും, ഈ കോട്ടി മൂവ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഇതിൻ്റെ മൊമെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലേക്ക് കൈമാറുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ സ്റ്റേഷനറി ആയിട്ട് അതായത് റെസ്റ്റിൽ നിൽക്കുന്ന, അതായത് അനങ്ങാതെ നിൽക്കുന്ന ഈ ഒരു കോട്ടി മൂവ് ചെയ്യാനുള്ള കാരണം എന്താണ്, ഈ ഒരു ഇതിൻ്റെ മൊമെൻറ്റം ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടാണ് അല്ലേ. അപ്പം അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നില്ലെങ്കിൽ ഒരു സമയത്ത് ഇതിൻ്റെ മൂവ്മെൻറ്റിൽ അല്ലെങ്കിൽ ഇതിൻ്റെ മൊമെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ പൊസിഷൻ ആ സമയത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിൻ്റെ മൂവ്മെൻറ്റ് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കിത് ഏത് ഡയറക്ഷനിലേക്ക് അത് പൊസിഷൻ, അതിൻ്റെ പൊസിഷൻ എവിടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റ് എ ടൈം കണ്ടുപിടിക്കാൻ പറ്റും. ആ സമയത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, അതിൻ്റെ മൊമെൻറ്റം കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതാണ് ആര് പറഞ്ഞത്, ഹൈസൻബർഗ് പറഞ്ഞത് അല്ല. അൺസർട്ടനിറ്റിയാണ്, അതായത് നമുക്ക് കഴിയാത്തൊരവസ്ഥയാണ് അല്ലേ. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമിൻ ദ പൊസിഷൻ ആൻഡ് മൊമെൻറ്റം. പൊസിഷനും മൊമെൻറ്റം കൂടിയും ഓഫ് എ മൂവിങ് പാർട്ടിക്കിൾ, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിയുടെ പൊസിഷനും മൊമെൻറ്റം കൂടി ഒരുമിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിറ്റർമിൻ ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു ലോ ആണ് എന്ത് വിളിക്കുന്നത്, ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇത്രയോ വളരെ കഴിയാത്ത ഒരു സാധനം പറഞ്ഞു, അതിനെയാണ് എന്ത് ലോ എന്ന് വിളിക്കുന്നത്. ഹൈസൻബർഗ് എന്ത് പറഞ്ഞു, നമുക്ക് ഒരു മൂവ് ചെയ്യുന്ന ഒരു ബോഡിയുടെ പൊസിഷൻ, അതിൻ്റെ സ്ഥാനവും അതുപോലെ അതിൻ്റെ മൊമെൻറ്റം, മൂവിങ്ങിൻ്റെ ബോഡി അല്ല, മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ ഒക്കെ അറിയുന്നല്ലേ. പി ഈസ് ഈക്വൽ ടു എന്താണ്, ഫിസിക്സിൽ പഠിച്ചിട്ടുള്ളതാണ്. പി ഈസ് ഈക്വൽ ടു mv അല്ലെ. മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് എന്ത്, മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ. അപ്പം വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു മൂവ് ചെയ്യുന്ന ബോഡിക്ക് മാത്രമാണ്. v ഈസ് ഈക്വൽ ടു 0 വന്നാലോ, v ഈസ് ഈക്വൽ ടു 0, വെലോസിറ്റി 0, അതായത് അതിൻ്റെ മൂവ്മെൻറ്റ് 0 ആണെന്നാണ് അർത്ഥം. അപ്പം മൂവ് ചെയ്യാത്തൊരു ബോഡിക്ക് എന്തുണ്ടാവില്ല, മൊമെൻറ്റം ഉണ്ടാവില്ല. അപ്പം മൂവ് ചെയ്യുന്ന ഒരു ബോഡിയുടെ പ്രോപ്പർട്ടിയാണ് എന്ത് പറയുന്നത്, മൊമെൻറ്റം എന്ന് പറയുന്നത് അല്ലേ, മൊമെൻറ്റം. അപ്പം ആ മൊമെൻറ്റം അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ ഒരുമിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടുപിടിക്കാൻ പറ്റില്ല. എപ്പോഴും ഒരു മൂവിങ് ബോഡി ആയിരിക്കുന്ന സമയത്ത്. ഇതാണ് ആര് പറയുന്നത്, ഹൈസൻബർഗ് പറയുന്നത്. ഒന്നുകൂടി പറയാം, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമിൻ ദ പൊസിഷൻ ആൻഡ് മൊമെൻറ്റം. പൊസിഷനും മൊമെൻറ്റം ഒരുമിച്ച് ഡിറ്റർമിൻ ചെയ്യുക എന്ന് പറയുന്നത്, കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഓഫ് എ മൂവിങ് ബോഡി, ഒരു മൂവിങ് പാർട്ടിക്കിളിൻ്റെ പൊസിഷനും മൊമെൻറ്റും ഒരുമിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളത് പറഞ്ഞത് എന്താണ്, ഇമ്പോസിബിൾ ആണ്, കഴിയാത്തൊരു അവസ്ഥയിൽ കഴിയാത്തതാണ് എന്ന് പറഞ്ഞാണ് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു മാത്തമെറ്റിക്കിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൊസിഷനാണ്, ഡെൽറ്റ പി എന്ന് പറഞ്ഞത് അതിൻ്റെ മൊമെൻറ്റമാണ്. അപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. ഇതാണ് അതിൻ്റെ മാത്തമെറ്റിക്കൽ ആയിട്ടുള്ള ഇക്വേഷൻ. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ, ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ ഇക്വേഷനാണ് എന്താ, ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി. പി എന്ന് പറഞ്ഞാൽ മൊമെൻ്റ് ആണ്, എക്സ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ, ഡെൽറ്റ പി എന്ന അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റം ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. ഈ ഇക്വേഷന് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. കാരണം ഇതിൽ നിന്ന് ഒരു പ്രോബ്ലം ഷുവറാണ്. ഓക്കെ, നിർബന്ധമായിട്ടൊരു പ്രോബ്ലം വരും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വളരെ സിമ്പിളാണ്. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. അപ്പോൾ നമ്മൾ സാധാരണ എഴുതേണ്ടത് എങ്ങനെയാണ്, ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/, സാധാരണ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതല്ലേ നമ്മൾ, h/. അപ്പോൾ ഇത് ഹരിക്കണം എന്നാട്ടോ, സ്ലാഷ് വന്നാൽ എന്താണ്, ഡിവൈഡഡ് ബൈ ആണ്, h/4π. നിങ്ങളുടെ കയ്യിൽ കാൽക്കുലേറ്റർ ഉണ്ടായിരിക്കണം, എക്സാമിന് പോകുമ്പോൾ നിർബന്ധമാണ്. ഓക്കെ, ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ. കണ്ടോ അവിടെ കൊടുത്തിട്ടുണ്ട്. ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ അൺസർട്ടനിറ്റി മൊമെൻറ്റം. അതുപോലെ തന്നെ എം എന്ന് പറഞ്ഞാൽ എന്താണ്, എം എന്ന് പറഞ്ഞാൽ മാസാണ്. ഇവിടെ നമ്മൾ ഈ പീനെ നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ എന്താണ് ശരിക്കും, m ഇൻറ്റു വി, മാസ് ഇൻറ്റു വെലോസിറ്റി, മാസ് ഇൻറ്റു വെലോസിറ്റി. വെലോസിറ്റി അറിയില്ലല്ലോ, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലേ. വെലോസിറ്റി നമ്മൾ ചെറിയ ക്ലാസ് പഠിച്ചാണ്. മാസ് ഇൻറ്റു വെലോസിറ്റി പഠിച്ചു വെക്കുക. അപ്പോൾ എം എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമുക്ക് ഈ പീന് പകരം നമുക്ക് എന്ത് ചെയ്താൻ പറ്റും, ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ്, പീന് പകരം എന്ത് ചെയ്യാൻ പറ്റും, ഡെൽറ്റ എം ഇൻറ്റു വി
ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. പിന്നെ ഒരു വസ്തുവിന്റെ ബോഡിയുടെ മാസ് ഇങ്ങനെ മാറുമോ? ഒരു വസ്തു ഇവിടുന്ന് ട്രാവൽ ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അതിന്റെ മാസ് മാറുന്നുണ്ടോ? ഇല്ല. സോ മാസ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റനെ പുറത്തേക്ക് എടുക്കാം അല്ലേ, എം ഡെൽറ്റ വി എന്ന് മാത്രം എഴുതിയാൽ മതി. എം ഡെൽറ്റ വി ഇസ് h/4π അല്ലേ. വേറെ എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. 6.626 × 10⁻³ ആണ്. ഓക്കെ, അവർ 6625 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെന്താണോ തന്നത് അത് ചെയ്യാം. ഇനി അഥവാ തരാതിരിക്കാം. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കേണ്ട വാല്യൂ ആണ് എന്ത്? ഇത് കോൺസ്റ്റന്റ് ആണ്, മാറില്ല. നിങ്ങൾ കാണാതെ പഠിക്കുക. 6.626 × 10⁻³ ആണ് അതിൻ്റെ യഥാർത്ഥ വാല്യൂ. പിന്നെ പൈൻ്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം, 3.14 ആണ് നിങ്ങൾക്ക് അറിയാം. സോ ജസ്റ്റ് അതിലേക്ക് പുട്ട് ചെയ്തോ. ഓക്കെ, നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എന്താണ്? കാൽക്കുലേറ്റ് ദ അൺസർട്ടനിറ്റി ഓഫ് പൊസിഷൻ. പൊസിഷൻ ആണ് ഡെൽറ്റ എക്സ് ആണ്. അപ്പോൾ ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്താൻ പറ്റും? ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? h/4π. ഇവിടെയുള്ളത് അതുപോലെ എടുത്ത് എഴുതി. ഈ എം ഇൻറ്റു ഡെൽറ്റ വി എന്നുള്ളത് ഇവിടെ ഇൻറ്റു ആണ്. ഇങ്ങോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും? ഹരിക്കണം എന്നുള്ളതിലേക്ക് മാറില്ല. ഇവിടെ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ ഇത് സമമായിട്ട് എന്ത് ചെയ്യാൻ പരിഗണിക്കാം. ഇതിനിപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? 4π × m × ഡെൽറ്റ വി എന്നുള്ള രീതിയിലേക്ക് കിട്ടും അല്ലേ. ദാറ്റ് മീൻസ് h ഡിവൈഡ് ബൈ എച്ചിൻ്റെ വാല്യൂ എത്രയാണ്? 6.625 ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതന്നെ എഴുതിയാൽ മതി. ഇവിടെ തന്നിട്ടുള്ളത് എഴുതാം. 25 × 10⁻³ ഡിവൈഡഡ് ബൈ 4 × പൈ ഡയറക്റ്റ് കാൽക്കുലേറ്റർ അടിക്കണം, അങ്ങനെ അടിക്കാം. ഷിഫ്റ്റ് അടിക്കുക, പൈ അടിക്കുക, അതിലുണ്ട്. ഓക്കെ, ഷിഫ്റ്റ് പൈ അടിച്ചാൽ പൈ കിട്ടും. ഇൻറ്റു എം എത്രയാണ്? മാസ് എത്ര എന്നുള്ളത്? മാസ് ഓഫ് ദി ഇലക്ട്രോൺ 9.1 × 10⁻³ ഇൻറ്റു ഡെൽറ്റ വി വെലോസിറ്റി അല്ല, വെലോസിറ്റി തന്നിട്ടുണ്ട്. അൺസർട്ടിനിറ്റി വെലോസിറ്റി എത്രയാണ്? 4.3 × 10⁻². 4.3 × 10⁻². ഇത് ജസ്റ്റ് കാൽക്കുലേറ്റർ ചെയ്താൽ മതി, എൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടും. ജസ്റ്റ് ചെയ്ത് നോക്കൂ. 6. അപ്പോൾ ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്, കാരണം ഇത് മൊത്തത്തിലായിരിക്കലാണ്. അപ്പോൾ 6.625 × 10⁻³ ഇത് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇത് ബ്രാക്കറ്റ് ഹരിക്കണം ചെയ്തിട്ട് അടുത്ത ബ്രാക്കറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം, കാരണം ഇത് ഒരുപാട് സംഖ്യ ഉണ്ട് അല്ലേ, മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഒന്നായിട്ട് മൾട്ടിപ്ലൈ ഹരിക്കേണ്ടത്. സോ ഇവിടെ ബ്രാക്കറ്റിൽ എന്ത് ചെയ്യാം? പിന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇൻറ്റു 9.1 × 10⁻³ ഇൻറ്റു 4.3 അല്ലേ, 4.3 ഇവിടെ 4.3 × 10⁻² അല്ലേ. ഇതൊക്കെ കൂടി മൾട്ടിപ്ലൈ. പിന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഈ 10⁻³ വരുന്നതൊക്കെ എന്ത് ചെയ്യാം? ലാസ്റ്റിലേക്ക് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇതൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കൂ, എത്ര കിട്ടും? ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോബ്ലമാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. ആ ചെയ്ത ആൻസർ നമുക്ക് കിട്ടുന്നത് ലാസ്റ്റ് എന്ത് കിട്ടും? ആണോ 6 ചെയ്ത എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് നിങ്ങൾക്ക് എന്ത് കിട്ടും? 1.342 × 10⁻⁻7 മീറ്റർ. പൊസിഷൻ ആയതുകൊണ്ടാണ് നമ്മൾ മീറ്റർ എന്ന് എഴുതിയത്, അത് മറന്നു പോകരുത്. കാരണം അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അതിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്, മീറ്റർ ആണ്. ഇനി വെലോസിറ്റി ആണെങ്കിൽ എന്തായിരിക്കും? m/s ആയിരിക്കും. മാസ് ആണെങ്കിൽ എന്തായിരിക്കും? കിലോഗ്രാം. മാസ് അൺസർട്ടനിറ്റി വരുന്നില്ല. ഓക്കെ, മൊമെൻറ്റം ആണെന്നുണ്ടെങ്കിലോ? മൊമെൻറ്റം മാസിൻ്റെ വെലോസിറ്റിയാണ്, kg/m/s വരും. ഓക്കെ, m × v അല്ലേ. ഇപ്പോൾ മൊമെൻറ്റം ആണ് ചോദിച്ചെങ്കിൽ kg/m/s കേട്ടോ. kg/m/s ആണ് വരുന്നത്. ഓക്കെ ആണല്ലോ. മൊമെൻറ്റം അൺസർട്ടനിറ്റി മൊമെൻറ്റം ആണ് ചോദിച്ചതെങ്കിൽ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളതിൻ്റെ ആൻസർ എഴുതി വെക്കുക. നമ്മൾ സ്റ്റെപ്പ് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് കാൽക്കുലേറ്റർ എടുക്കുക, ചെയ്ത് നോക്കുക. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 5. റൈറ്റ് ഓൾ ദ ക്വാണ്ടം നമ്പേഴ്സ് ഓഫ് ഇലക്ട്രോൺ പ്രസന്റ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് സോഡിയം. സോഡിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട് 11 എന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ